കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയും വ്യവസായിയുമായ CJ റോയുടെ മരണവാർത്ത വിശ്വസിക്കാനാവാത്ത സാഹചര്യത്തിലൂടെയാണ് മലയാളികൾ കടന്നു പോകുന്നത്. നിരവധി കൈത്താങ്ങുള്ള വ്യക്തിയായിരുന്നു CJ റോയ്. മിനി സ്ക്രീൻ റിയാലിറ്റി ഷോയുടെ സാമ്പത്തിക സ്പോൺസർഷിപ്പും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ കുടുംബ പ്രേക്ഷകർക്ക് CJ റോയുടെ മുഖം സുപരിചിതരാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലെ പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ കോൺഫിഡന്റ് ഗ്രൂപ്പുമായിരുന്നു. 7ാം സീസണിലെ ഫസ്റ്റ് റണ്ണറപ്പായ അനീഷ് CJ റോയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച തന്നെ തക്ക സമയത്ത് സഹായിച്ച വ്യക്തിയാണ് CJ റോയ് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കവേ അനീഷ് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണവാർത്ത എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കോടന്നൂർ എന്നെ ചെറിയ ഗ്രാമത്തിൽ നിന്നും വന്ന സാധാരണക്കാരനായ എന്നെ ചേർത്തു പിടിക്കാൻ അദ്ദേഹം വലിയ മനസ്സ് കാണിച്ചു. ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും പ്രശസ്തനായ എല്ലാവരെയും ആരാധിക്കുന്ന ബിസിനസ് ടൈക്കൂണായ ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും അതൊരു ഷോക്കിംഗ് ആയി മാറുകയായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വന്നും ഫോൺ വിളിച്ചും എന്നോട് സംസാരിച്ചു. അനീഷ് വിജയിക്കുമെന്ന് കരുതിയിരുന്നു എന്നും വോട്ട് ചെയ്തിരുന്നു എന്നുമെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയിക്കാൻ കഴിയാതെ പോയതിലുള്ള എനിക്ക് മാനസിക വിഷമം ഉണ്ടായിരുന്നു. കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു ഞാനപ്പോൾ. എൻ്റെ എല്ലാ സമയത്തും അദ്ദേഹം കൂടെ നിന്നു. എന്തേ എനിക്ക് കിട്ടിയില്ലെന്ന് ഞാൻ അറിഞ്ഞ ഭൂരിഭാഗവും എന്നോട് വിലപിക്കുമ്പോൾ എന്തു മറുപടി പറയണം എന്നെനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ടും അറിയില്ലായിരുന്നു. അത് കേൾക്കുമ്പോഴുള്ള വേദന എനിക്ക് വളരെയധികം കുമിഞ്ഞുകൂടുന്ന മാനസിക ആരോഗ്യം തകരാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധിയും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയ് സാർ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ ഇതൊന്നും തന്നെ മറക്കാനാവില്ല. അല്ലെങ്കിലും ഒരു പരിചയവുമില്ലാത്ത എന്നെപ്പോലെ എത്ര പേരെ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും. ബിഗ് ബോസിൽ പങ്കെടുക്കും മുൻപ് ആരാധികമാർക്കും എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ബിഗ് ബോസിൽ പോയി മത്സരിക്കാനുള്ള ഡ്രസ്സ് അടക്കമുള്ള എല്ലാ ചിലവും ഞാൻ സ്വയമേ വഹിച്ചതാണ്. അതിനാൽ തന്നെ എനിക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. 2 വർഷമായി ജോലിയിൽ നിന്നും ലീവ് എടുത്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് റോയ് സാർ എന്നെ വിളിക്കുന്നതും 10 ലക്ഷം രൂപ സമ്മാനമായി നൽകുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ മറ്റാര് ചെയ്യും? അത് കിട്ടിയപ്പോഴുള്ള സന്തോഷം വളരെ വലുതായിരുന്നു. ആഗ്രഹിച്ച സമയത്ത് ചേർത്ത് പിടിച്ചു. കോഴിക്കോട് വെച്ചാണ് അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും. പിന്നീട് കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിഞ്ഞത്. എന്നാൽ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് അനീഷ് പറഞ്ഞത്. നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.